നമ്മൾ അയൽ സംസ്ഥാനമായ തമിഴ്നാടിന്റെ സംസ്ഥാന ഗീതം എഴുതിയത് ഒരു മലയാളി. അദ്ദേഹത്തെ കുറിച്ച് നോക്കാം ഇന്നത്തെ കാഴ്ചയിൽ. നമസ്കാരം. ഇന്നത്തെ കാഴ്ചയിൽ ഞാൻ പ്രേക്ഷകരോട് പങ്കുവയ്ക്കുന്നത് നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാടിന്റെ സംസ്ഥാന ഗീതം എഴുതിയത് ഒരു മലയാളിയാണ്. അദ്ദേഹത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. വസ്ത്രവ്യാപാരത്തിനായിട്ട് തമിഴ്നാട്ടിൽ നിന്നും ആലപ്പുഴയിലെത്തിയ പെരുമാൾ പിള്ളയുടെയും മാടത്തി അമ്മയുടെയും മകനായി 1855 ആലപ്പുഴയിൽ പി സുന്ദരപിള്ള ജനിക്കുന്നു. പ്രാഥമിക വിദ്യാഭ്യാസം തമിഴും ഇംഗ്ലീഷും ആലപ്പുഴയിൽ തന്നെയായിരുന്നു. അതിനുശേഷം അദ്ദേഹം ഉപരിപഠനത്തിനായിട്ട് തിരുവനന്തപുരത്ത് എത്തുന്നു. സ്കോളർഷിപ്പോട് കൂടിയാണ് തിരുവനന്തപുരത്ത് എത്തുന്നത്. അവിടെ നിന്നും അദ്ദേഹം ബിരുദാനന്തര ബിരുദം തത്വശാസ്ത്രത്തിൽ നേടുകയും പിന്നീട് അദ്ദേഹം തിരുനെൽവേലി സ്കൂൾ ഹെഡ് മാസ്റ്ററായും അവിടെയുള്ള കോളേജിലെ പ്രൊഫസറായും ജോലി നോക്കുന്നു. ആ കാലഘട്ടത്തിലാണ് അദ്ദേഹം മനോന്മണിയം എന്നറിയപ്പെടുന്ന കൃതി രചിക്കുന്നത്. അദ്ദേഹം നാടകത്തിന് വേണ്ടിയാണ് ഈ കൃതി രചിക്കുന്നത്. ഈ മനോന്മണിയം എന്ന കൃതി രചിച്ചോടുകൂടി തമിഴ്നാട്ടിൽ അദ്ദേഹത്തിന് വളരെയധികം പ്രശസ്തിയാണ് ഉണ്ടായത്. അതിനുശേഷം അദ്ദേഹം മനോന്മണിയം സുന്ദരൻ പിള്ള എന്ന പേരിൽ ആണ് അറിയപ്പെട്ടത്. ഈ മനോന്മണിയം എന്നറിയപ്പെടുന്ന കൃതിയിൽ 9 വരികളാണ് സംസ്ഥാന ഗാനമായിട്ട് തിരഞ്ഞെടുക്കുന്നത്. തമിഴ് തായി വാഴ്ത്തും എന്ന് തുടങ്ങുന്നതാണ് ഈ ഗാനം. 1950കളിൽ തന്നെ ഇത് പല വേദികളിലും പാടാൻ തുടങ്ങിയെങ്കിലും ഇതെല്ലാവരും ആദ്യ കാലഘട്ടത്തിൽ അംഗീകരിക്കപ്പെടുന്നില്ല. ഇത് പിന്നീട് ഇതൊരു കോടതി വിധി വരെ ഉണ്ടായിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ ഇത് അംഗീകരിക്കാത്തത് കൊണ്ട് ഇതൊരു ഭക്തിഗാനം മാത്രമാണെന്നാണ് അന്ന് കോടതി വിധി ഉണ്ടായത്. എന്നാൽ 1970 മുഖ്യമന്ത്രിയായ കരുണാനിധി എല്ലാ ഔദ്യോഗിക പരിപാടികളിലും പൊതുപരിപാടികളിലും നിർബന്ധമായി പാടണമെന്ന് ഉത്തരവിട്ടു. 2021 ഡിസംബർ 17 സ്റ്റാലിൻ മുഖ്യമന്ത്രി ആയപ്പോൾ ഇതിനെ സംസ്ഥാന ഗീതമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. അങ്ങനെ മലയാളിയായ പി സുന്ദരൻപിള്ള എഴുതിയ വരികൾ സംസ്ഥാന സർക്കാരിന്റെ തമിഴ്നാട് സംസ്ഥാനത്തിന്റെ ദേശീയ ഗീതമായി മാറുകയാണ് ചെയ്തത്. ഇദ്ദേഹം പഠിപ്പിച്ച യൂണിവേഴ്സിറ്റി തിരുനെൽവേലിയിലെ കോളേജ് പിന്നീട് യൂണിവേഴ്സിറ്റി ആയപ്പോൾ അതിന് അദ്ദേഹത്തിന്റെ നാമം തന്നെ കൊടുത്തു. മനോന്മണിയം സുന്ദരൻ യൂണിവേഴ്സിറ്റി എന്ന പേര് തന്നെ അവർ കൊടുക്കുകയുണ്ടായി. ഇദ്ദേഹം തിരുവനന്തപുരത്തെ മഹാരാജാസ് കോളേജ്, ഇന്ന് തിരുവനന്തപുരത്ത് അത് കേരള യൂണിവേഴ്സിറ്റിയാണ്, അവിടെയും പ്രൊഫസറായിട്ട് പഠിപ്പിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.